ചെമ്പനിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പനിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. നിലവിൽ നമ്മുടെ ചെമ്പനിപ്പൂവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഭാഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷയുടെയും സുധിയുടെയും താലിമാറ്റ ചടങ്ങുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ്. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ മഹിമയും മധുസൂദനോടും കൂടി ഒരുപാട് തന്ത്രങ്ങൾ ആലോചിച്ച് കൂട്ടുന്നുണ്ടല്ലോ. മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല, തൻ്റെ മകളെയും മരുമകനെയും എന്നേക്കും തങ്ങളുടെ വീട്ടിൽ നിർത്തുക, എന്നേക്കുമായിട്ട് നമ്മുടെ ശ്രീകാന്തിനെ ആ വീട്ടിൽ നിന്ന് അകറ്റുക എന്നൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. കാരണം രവിയുടെ കുടുംബം തകരുക എന്ന് പറഞ്ഞാൽ മധുസൂദനിൽ അതിലും വലിയൊരു സന്തോഷമില്ല. അതുകൊണ്ടാണ് രവി വരുന്ന സമയം തന്നെ തുടക്കത്തിൽ തന്നെ മധുസൂദനെ രവി ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ ആ ഒരു സമയത്ത് അശോകനെയും കൂട്ടിക്കൊണ്ട് തന്നെ രവി മാറിപ്പോവുകയാണല്ലോ. കാരണം ഈ ഒരു സമയത്ത് തൻ്റെ ദേഹത്തേക്ക് അയാൾ ചവിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സച്ചി പ്രശ്നം ഉണ്ടാക്കുക. അതുമൂലം ഒരു ചടങ്ങ് അലങ്കോലമാവുക മാത്രമല്ല, എല്ലാവരും സച്ചിയെ തന്നെ കുറ്റപ്പെടുത്തും. അതെല്ലാം തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ രവി അശോകനെയും കൂട്ടിക്കൊണ്ട് മാറിയിരിക്കുന്നത്. പിന്നീട് മഹിമയാകട്ടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സച്ചിയെ വേദനിപ്പിക്കാനായിട്ട്, സച്ചിയെ വേദനിപ്പിച്ചാൽ മാത്രമാണ് മഹിമയുടെ ഉദ്ദേശം നടക്കുകയുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാലോ മഹിമയുടെ ഉദ്ദേശം എന്താണ്. സച്ചിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ സച്ചിയെ പ്രകോപിതനാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് അലങ്കോലമാക്കുക. പിന്നീട് ശ്രീകാന്ത് സച്ചിയെ വഴക്കുണ്ടാക്കി ശ്രീകാന്ത് എന്നേക്കുമായിട്ട് ആ വീട്ടിൽ നിന്ന് പിരിഞ്ഞ് താമസിക്കുക. ആ ഒരു തക്കം നോക്കി ശ്രീകാന്തിനെ വർഷയും തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഇതൊക്കെ തന്നെയായിരുന്നു മഹിമയുടെ തന്ത്രം. ഈ ഒരു കാര്യം മധുസൂദനോട് പറയുന്ന സമയത്ത് മധുസൂദന് സന്തോഷമാവുകയുള്ളൂ. കാരണം തൻ്റെ മകളെയും മരുമകനെയും എന്നെന്നും തൻ്റെ വീട്ടിൽ തന്നെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു സന്തോഷം മധുസൂദനിലില്ല. അതിലുപരി തന്നെ നമ്മുടെ രവിക്ക് അതൊരു വലിയ അതിലുപരി തന്നെ നമ്മുടെ രവിക്ക് ഒരു 8ന്റെ പണി കൊടുക്കാനുള്ളൊരു നല്ലൊരു അവസരം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് തന്നെ മഹിമയുടെ ഈ ഒരു തന്ത്രം നമ്മുടെ മധുസൂദനൻ 2 കൈ നീട്ടി സ്വീകരിക്കാനല്ലേ. എന്നാൽ മഹിമയുടെ പ്ലാനിങ് എല്ലാം തന്നെ ചീറ്റിപ്പോവാണ്. അതായത് നമ്മുടെ സച്ചിന് ആദ്യം ഒരാൾ കാല് ചെരുപ്പിട്ട് വന്ന് കാല് ചവിട്ടി മരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് സച്ചി അദ്ദേഹത്തോട് ക്ഷമിച്ച് ഇവിടുന്ന് പോയിക്കൊള്ളാനായിട്ട് പറയുകയും പിന്നീട് നമ്മുടെ സച്ചി ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ വന്ന് അതായത് നമ്മുടെ മഹിമ പറഞ്ഞു വിട്ട ആൾ വന്ന് മനഃപൂർവ്വം തന്നെ സച്ചിയുടെ പുറത്തേക്കായിട്ട് അടിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ദേഷ്യം വന്നിട്ട് സച്ചി അയാളെ തല്ലാനായിട്ട് കൈ ഓങ്ങുന്നുണ്ടെങ്കിലും തിരിച്ചൊന്നും തന്നെ ചെയ്യുന്നില്ല കേട്ടോ. അയാളോട്ട് പറയുന്നത് നോക്കിയും കണ്ടൊക്കെ ആളെ വിളിക്കേണ്ടത്, നിങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോടും ക്ഷമിച്ച് തന്നെ വിടുകയാണ് സച്ചി. ഇപ്പോൾ ഈ കാഴ്ച കാണുന്ന സമയത്ത് നമ്മുടെ മഹിമയുടെ മനസ്സാകെ തകരുകയാണ്. കാരണം തൻ്റെ പ്ലാനിങ് എല്ലാം തന്നെ തകരുകയാണ്. സച്ചി ദേഷ്യപ്പെട്ടില്ല എന്നാണെങ്കിൽ ഒരു കാര്യം തന്നെ നടക്കില്ല. അപ്പം ഇതിനിടയിൽ നമ്മുടെ സച്ചിനെ വേദനിപ്പിച്ചവരോടായിട്ട് രേവതി ചോദിക്കാനായിട്ട് ചെല്ലുന്നുണ്ടെങ്കിൽ സച്ചി അവരെ പിടിച്ചു നിർത്താറില്ലേ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് മധുസൂദനായിട്ട് തന്നെ ഒരു ഇറയനെ നമ്മുടെ രേവതിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, വർഷയുടെ താലി പിരിച്ച് മാറ്റാൻ ചടങ്ങിന് ശേഷം പൂമാല ഒരു കട്ടിലേക്ക് വെക്കുന്ന സമയത്ത് അതിനൊരു നെക്ലേസ് ഉടക്കുന്നുണ്ട്. പിന്നീട് റൂമിലേക്ക് വരുന്ന രേവതി പൂമാലയിൽ ഉടക്കി കിടക്കുന്ന നെക്ലേസ് കാണിക്കുകയും തിരികെ വർഷയ്ക്ക് കൊണ്ടേ കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് മധുസൂദനയും മഹിമയും അങ്ങോട്ടേക്ക് വരികയും മനഃപൂർവ്വം തന്നെ രേവതിയെ കള്ളിയാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാതെ സച്ചിയും രവിയും എല്ലാം തന്നെ ശ്രമിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാരണം കിട്ടി പ്രശ്നം അലങ്കോലമാക്കാനിരിക്കുന്ന മധുസൂദനും മഹിമയും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. അവർ മനഃപൂർവ്വം തന്നെ രേവതിയെ കള്ളിയാക്കണം. മാത്രമല്ല രേവതിയുടെ കുടുംബത്തെയും കൊച്ചാക്കുന്ന രീതിക്ക് സംസാരിക്കുന്നുണ്ട്. സച്ചി വെള്ളമടിക്കുന്നതിന് കാരണക്കാരി രേവതിയാണെന്നൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും സച്ചി അത്രയും നേരം പിടിച്ചിരുന്ന് തൻ്റെ ക്ഷമ എന്ന് പറഞ്ഞാൽ സച്ചിനെ കൈവിട്ടുപോകേണ്ടത്. കാരണം സച്ചിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ സച്ചിനെ ആരെന്ത് പറഞ്ഞാലും സച്ചി പിന്നെ സഹിക്കും. പക്ഷേ രവിയോ അങ്ങനെ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സച്ചിക്ക് സഹിക്കാനാവില്ല. അങ്ങനെ സച്ചി ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ മധുസൂദനൊക്കെ നല്ലത് തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു കാഴ്ച കൊണ്ടുവരുന്ന വർഷയും ശ്രീകാന്തും നമ്മുടെ സച്ചിയെ തെറ്റിദ്ധരിക്കുക. ഇതുകൂടാതെ മനഃപൂർവ്വം സച്ചി പ്രശ്നം ഉണ്ടാക്കിയാരെന്നൊക്കെ രീതിക്ക് മഹിമയും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ തെറ്റിദ്ധാരണയുടെ പേരിൽ വർഷ ഇനി താൻ ആ വീട്ടിലേക്ക് സച്ചിയുള്ള വീട്ടിലേക്ക് തിരികെ വരികയില്ല എന്നും പറഞ്ഞുകൊണ്ട് പിണങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം രവി നെഞ്ചു പൊട്ടുന്ന വേദനയോടുകൂടി തന്നെ ശ്രീകാന്തിനോടായിട്ട് പറയുന്നുണ്ട്, മോനെ ശ്രീകാന്ത്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ, എന്തായാലും വർഷം പോലെ തന്നെ നിർത്തണ്ട, നീ ഇവിടെ നിന്നോ, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർത്തിട്ട് നീ അവളെയും കൂട്ടി വന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിനെ അവിടെ നിർത്തുക കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് നമ്മുടെ വർഷയും ശ്രീകാന്ത് ബാക്കി എല്ലാവരും തിരികെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലേക്ക് ചെന്നതിന് ശേഷം ശ്രീകാന്തിനെ പറ്റി കുറച്ച് സങ്കടപ്പെടുന്നുണ്ട് രവിക്ക് മാത്രമല്ല ചന്ദ്രയ്ക്കും വിഷമമുണ്ട്. പക്ഷെ ചന്ദ്രയുടെ വിഷമം എന്ന് പറഞ്ഞാൽ അതല്ല, പണക്കാരായ മരുമകളായിരുന്നു വർഷ. അവള് എന്നേക്കുമായിട്ട് തൻ്റെ കൈവിട്ട് പോവുകയാണല്ലോ എന്നൊരു ദുഃഖവും കൂടി ചന്ദ്രയ്ക്കുണ്ട് കേട്ടോ. എന്നാൽ രവി അങ്ങനെയല്ല, തൻ്റെ പ്രാണന് തുല്യം സ്നേഹിക്കുന്ന മകനെ എന്നേക്കുമായിട്ട് കൈവിട്ട് പോവുകയാണോ എന്ന് വരെ നമ്മുടെ രവി ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് വരാനിരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.